പാപം ചെയ്യാത്തത് കൊണ്ടൊരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല. ഏതെങ്കിലും കുളത്തിൽ ചാടിയിട്ട് യേശു രക്ഷ എന്ന് വിളിച്ചു പറഞ്ഞാൽ നീ രക്ഷപ്പെടില്ല. ആൻഡ് യു നീഡ് ടു ഹാവ് ദ റിയൽ ബാപ്റ്റിസം. നമുക്ക് രക്ഷ എന്താണ്? നമ്മളിപ്പോഴും രക്ഷ രോഗത്തിൽ നിന്നുള്ള മോചനം, കടത്തിൽ നിന്നുള്ള ബാധ്യത, പരീക്ഷ തോറ്റ പാസ്സാകുക, കല്യാണം നടക്കാതെ കല്യാണം നടക്കാതെ പണി തീരാത്ത വീട് പണി പണിതാണ് ഇപ്പോഴും നമ്മൾ രക്ഷ എന്ന് പറയുക. അതല്ല. യു പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് വെൽനെസ് ആൻഡ് ഗുഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. നോ, ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ്. ഈ അവസ്ഥയിൽ എത്തിയ മനുഷ്യരോടാണ് യേശുവിൻ്റെ സുവിശേഷം യേശു പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങളെ സനാതന സുവിശേഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും കൃപയും സമാധാനവും കാരുണ്യവും ഈ കാലഘട്ടങ്ങളിൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ പാപം വർദ്ധിക്കുന്നു. പാപത്തിന് പരിണിതമായുള്ള ദൈവത്തിൻ്റെ നീതിപൂർവമായ ശിക്ഷ, പരിണിത ഫലങ്ങൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യ ജീവിതം വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മളൊക്കെ ഒരു തേർഡ് വേൾഡ് വാറിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അത് സംഭവിക്കും. അതൊക്കെ മനുഷ്യൻ്റെ പദ്ധതിയാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കർത്താവ് ഇതൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യം ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു യുദ്ധമുണ്ടാകുന്ന വെച്ചിട്ടോ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് സംഭവിക്കുന്നതിനെ കുറിച്ചോ നമ്മൾ അതിനെക്കുറിച്ച് ലീസ്റ്റ് ബോധേഡാണ്. പക്ഷേ ദ വേൾഡ് ഈസ് വെരി മച്ച് ബോധേഡ്. അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെയൊക്കെ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്, അല്ലേ? ലോകം വളരെ കൺഫ്യൂസ്ഡ് ആണ്. ലോകം വളരെ ആങ്സൈറ്റിയിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തെ എല്ലാ മനുഷ്യരും നാളെ ഇനി എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ജീവിക്കണം. കാരണം അതാണ് ഈ ദൈവമില്ലാത്തവൻ്റെ പ്രശ്നം. അവിടെയാണ്. കാരണം അവൻ ഈ ലോകം തീരാൻ പോകുന്നത് കഴിഞ്ഞ്, അവൻ്റെ ജീവിതം തീരാൻ പോകുന്നത് കഴിയുമ്പോൾ അവൻ്റെ എല്ലാ സംവിധാനങ്ങളും തകരുകയാണ്. അവനാകെ അസ്വസ്ഥനാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തതയുണ്ട്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾക്കൊരു ലോകമുണ്ട്. അത് വരാനിരിക്കുന്ന ലോകം സ്വർഗലോകം. അപ്പം നമ്മളെ സംബന്ധിച്ച് യുദ്ധവും ലോകത്തിൻ്റെ എല്ലാം തീരാൻ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മൾ വലിയ പ്രത്യാശയോടെ സന്തോഷത്തെയാണ് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിന് സാഫല്യം നടക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾക്കൊരു വിശ്വാസത്തിൽ അവിടെ ജീവിക്കുന്നത്. എന്താണ് വിശ്വാസം എന്നുള്ളത് ഹെബ്രായ ലേഖനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര നാളൊക്കെ വിശ്വാസം മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ നിന്നൊക്കെ ഒരടുത്ത തലത്തിലേക്ക് ഉയരണം. ഇത്രയും നാളും നമ്മൾ പരീക്ഷ എഴുതി എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഴപ്പമില്ല. എനിക്കൊരു രോഗം വന്നു, ആ രോഗം മാറുന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് രോഗസൗഖ്യം കിട്ടുന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നു. ഓക്കെ, ഞാൻ നന്നായിട്ട് പഠിച്ചു, എനിക്കൊരു നല്ല ജോലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നു. ഓക്കെ, ഇനി എനിക്ക് കല്യാണം, ഇങ്ങനെ കുറേ കാര്യം, ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിന് ഉപയോഗിക്കുന്ന കാര്യം. ഇതൊക്കെ ഈ പ്രഥമ പാഠങ്ങളാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ പാല് കുടിക്കുന്ന കാലഘട്ടം. ഈ കാര്യങ്ങൾ ലഭിക്കും, ഈ പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് നിനക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വിശ്വസിച്ചു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് ഇതിനുവേണ്ടി നിനക്ക് ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് നമുക്കൊരു സ്വാഭാവികമായ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. അത് ദൈവവിശ്വാസവുമായിട്ടൊരു ബന്ധമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയും പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതുന്നു, ഒരു മുസ്ലിം പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു ഹൈന്ദവൻ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുന്നു, ഒരു നിരീശ്വരവാദി പ്രാർത്ഥിച്ച് പരീക്ഷ. അവർക്കെല്ലാം ഈ പ്രത്യാശയുണ്ട്. അവരെല്ലാം പ്രതീക്ഷിക്കണമെങ്കിൽ നല്ല കിട്ടും, അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അല്ലാതെ ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് സ്പെഷ്യലായിട്ട് അവിടെ കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധിയിൽ നമ്മൾ പെട്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഈ സുവിശേഷം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഓക്കെ, അപ്പൊ പ്രത്യാശിക്കുന്നവ ലഭിക്കും. എന്തിനാണ് ഈ പ്രത്യാശ? നമ്മൾ പ്രത്യാശ വെക്കുന്നത് നമ്മൾ ഈ ലോക കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യാശ വെക്കുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് പ്രത്യാശ ആവശ്യമില്ല. ഈ ലോകത്തെ കാര്യങ്ങൾ നമ്മൾ ആശിക്കുകയാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചു,
നല്ല മാർക്ക് എനിക്ക് കിട്ടും ഞാൻ ആശിക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ പ്രത്യാശയെന്ന് വിളിക്കത്തില്ല. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളിതെല്ലാം ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ആശിക്കുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് നല്ലൊരു ജോലി കിട്ടും, ഞാൻ ഈ ഇൻ്റർവ്യൂ നന്നായിട്ട് പഠിച്ച് പാസ്സായി എനിക്ക് നല്ലൊരു ജോലി കിട്ടും, ഞാൻ ആശിക്കുകയാണ്. യെസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. നീ നല്ല കോൺഫിഡൻസോടെ ചെയ്യണമെന്ന് നിനക്ക് കിട്ടും അത്. അപ്പം എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പ്രത്യാശ ഈ ലോകമായിട്ടൊരു ബന്ധമില്ല. പ്രത്യാശ വരാനിരിക്കുന്ന ലോകത്തിലാണ്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഘടകം നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഘടകം, പ്രത്യാശയൊന്നും ലഭിക്കുന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാണപ്പെടാം, ഒന്ന് ദൈവമുണ്ട്, രണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാണപ്പെടുന്ന ശരീരമല്ല. ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് നടക്കി കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, കാണപ്പെടാത്തൊരു കാര്യം. ഓക്കെ, ഈ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ശരീരത്തിന് രോഗം മാറുകയോ മാറാണ്ടിരിക്കുകയോ ഡസൻറ്റ് മാറ്റർ. കാരണം മാറിയാലും മാറിയില്ലെങ്കിലും നാളെ നീ മരിക്കും. ഇറ്റ് ഈസ് എ വെരി ഫ്യൂ ഇയേഴ്സ് യു ഹാവ് ഇൻ ദിസ് വേൾഡ്. പക്ഷേ ഒരിക്കലും മരിക്കാത്തൊരാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, അതിനെനിക്ക് കാണാൻ പാടില്ല. ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വിശ്വാസം ആവശ്യമായിട്ടുള്ളത്. അതിനാണ് ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം പ്രിയമുള്ളവരെ. അപ്പം അതിനാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക. കാരണം ഈ ആത്മരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടുപോയതാണ്. പറുദീസയിൽ മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. മനുഷ്യൻ അവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായി അവൻ്റെ പുറകെ ദൈവം നടക്കുകയാണ്. 10-12 പ്രാവശ്യം നമ്പുരാൻ കർത്താവ് ആഴത്തിൻ്റെ പുറകെ നടന്ന് പല കാര്യങ്ങൾ ചോദിച്ചു. മക്കളെ, എവിടെയാണ് നിങ്ങൾ ആ പഴം കഴിച്ചോ? ആ കൽപ്പന ലംഘിച്ചോ? നീ എന്താണ് ഒളിച്ചിരിക്കുന്നത്? നീ എന്തിനാണത് കഴിച്ചത്? ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചതെല്ലാം അവിടെ മനുഷ്യൻ ന്യായീകരിച്ച് കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മേൽ പഴിചാരി ഇങ്ങനെ വന്ന് അവൻ അനുദമിച്ചില്ല, അവൻ മാനസാന്തരപ്പെട്ടില്ല, അവൻ്റെ കുറ്റമേറ്റ് പറഞ്ഞില്ല. അങ്ങനെ വന്നതിന് അവസാനമാണ് കർത്താവ് പറഞ്ഞത്, നീ മുഖാന്തരം, നിന്റെ കഠിന ഹൃദയം മുഖാന്തരം നീ നിൽക്കുന്ന മണ്ണ് ശപിക്കപ്പെട്ടതാണ്. നീ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് നീ വേല തെറ്റിയിലെ വേർപ്പുണ്ട് നീ ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ടവനായിട്ട് വരും. നിനക്കവിടെ ദൈവ പരിപാലനയിൽ നിന്ന് അവൻ വേർപെടുകയാണ്. അവൻ്റെ മനുഷ്യജീവിതം ഭാരം നിറഞ്ഞ അസ്വസ്ഥ നിറഞ്ഞതായിട്ട് മാറുകയാണ്. അപ്പം ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ വീണുപോയി. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയും ഈ അവസ്ഥയിൽ നിന്നും നമ്മൾ എവിടെ നിന്ന് അധപ്പതിച്ചു പോയോ ആ അവസ്ഥയിലേക്ക് തിരികെ നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് രക്ഷ, റിഡംഷൻ. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം. ഓക്കെ, നമുക്കതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. അപ്പം ഈ വിശ്വാസം നമ്മളുണ്ടാണ്. ഈ വിശ്വാസം ലോകത്തിൽ ഒരു മതത്തിലും ഒരു ദൈവത്തിനും ലഭ്യമല്ല. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ നമുക്ക് കർത്താവിലേക്ക് വന്നേ പറ്റുള്ളൂ. മത്തായി സുവിശേഷത്തിൽ ഈശോ മനോഹരമായൊരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജെറമ്യാ പ്രവാചകൻ, ഞാൻ അതിൽ കൂടി ഒന്ന് വായിച്ചിട്ട് പോകാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു 14-ാമത്തെ വചനത്തെ അവസാനം, എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ എവിടെയാണ് മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോയത്? അപ്പൊ മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോയത് ഏദൻ തോട്ടത്തിലാണ്. ദൈവവുമായിട്ടുള്ള മനോഹരമായ ജീവിതം, ആ പവിത്രമായ സ്നേഹം, ആ ശുദ്ധമായ സ്നേഹത്തിൽ ദൈവത്തോടൊന്നു ചേർന്ന് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്ന മനുഷ്യൻ, എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുണ്ടായിരുന്ന മനുഷ്യൻ, ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അവൻ വലിയൊരു അടിമത്തത്തിലേക്ക് പോവുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ഈ പറുദീസയിൽ ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് മക്കളെ രക്ഷ. അല്ലാതെ പെന്തക്കൊസ്തക്കാരൻ പറയുന്ന നീ ഏതെങ്കിലും കുളത്തിൽ മുങ്ങി യേശുക്രിസ്തുവിനെ രക്ഷകനെന്നതിനെ സ്വീകരിക്കുമ്പോൾ നീ രക്ഷപ്പെടുമെന്ന് പറയുന്ന രക്ഷ പരമവിഡ്ഢിത്തരമാണ്. നീ രക്ഷപ്പെടില്ല. കാരണം നിനക്ക് രക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് കത്തോലിക്ക സഭ വളരെ കൃത്യവും വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫരിസേയർ അടുത്ത് ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടെ നരുളി ചെയ്തിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ?
അപ്പൊ യേശുവിന്റെ മറുപടി 4-ാമത്തെ വചനം നോക്കുക. അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടെ നടിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവിടെ ആദ്യം മുതലേ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് ഇൻ ദ ബിഗിനിങ്. വിശുദ്ധ ജോൺ പോൾ II ആണ് ഈ വചനത്തിൻ്റെയൊക്കെ അന്തരാർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഈസ് ടേക്കിംഗ് us ബാക്ക് ടു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ 3 chapters ഓഫ് ജെനസിസ്. ഒരു പക്ഷേ ജെനസിസ് നമ്മളിപ്പോഴും ഒരു കഥയായിട്ടൊക്കെയാണ് കാണുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ ഏറ്റവും മർമ്മമായ ഭാഗങ്ങൾ കിടക്കുന്നത്. ആദ്യത്തെ 3-4 ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അവിടെ കർത്താവ് പറയണം ആദ്യം മുതലേ അവനെ പുരുഷൻ സൃഷ്ടിച്ചു എന്ന് പറയണം. അവിടെയാണ് ആദിയിൽ അങ്ങനെയാണ് ആദ്യം സൃഷ്ടിക്കുമ്പോൾ. എന്നിട്ട് 7-ാമത്തെ അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. 2 സ്ഥലത്ത് യേശു പറയാണ് ആദ്യം മുതലേ അങ്ങനെയായിരുന്നു. ഇൻ ദ ബിഗിനിങ്, ഇംഗ്ലീഷ് വേർഷൻ അങ്ങനെ, ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് വാസ് നോട്ട് ഗോഡ്സ് പ്ലാൻ. ഓക്കെ, അപ്പൊ ഈ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ആദ്യ പാപത്തിൽ മനുഷ്യൻ അടിമത്തത്തിലേക്ക് വീണ ആ അവസ്ഥയ്ക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചാണ് യേശുവിടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ദൈവവുമായിട്ടുള്ളൊരു സ്നേഹ കൂട്ടായ്മയിലായിരുന്ന അവസ്ഥ, അവിടെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അവൻ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നൊരവസ്ഥ, അവനും സ്ത്രീയും പുരുഷനും ഒന്നായി തീർന്നിരുന്നൊരവസ്ഥ. അവിടെ അവർ തമ്മിൽ കശപിശയില്ല, വഴക്കില്ല, ഒന്നുമില്ല. അവരൊരു കാര്യം ചിന്തിച്ച് ഒരേ അഭിപ്രായം, ഒരേ ആത്മാവ്, ഒരേ ലക്ഷ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ പുരുഷൻ. അങ്ങനെ അതിസ്വാഭാവികമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നു പറുദീസയിൽ. ഈ അവസ്ഥയിലേക്കാണ് യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുക. ഇതിൻ്റെ പേരാണ് മക്കളെ രക്ഷ. എഫേസ്യസ് ലേഖനത്തിൽ വായിച്ചു, അവനിൽ നമുക്ക് മോചനവും രക്ഷയും ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ പാപ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിനാണ് പാപ അവസ്ഥ. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ഈ അവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് സഹജീവികളും പ്രപഞ്ചത്തിലുള്ള എല്ലാ ആധിപത്യം നഷ്ടപ്പെട്ടിട്ടാണ് ഈ ലോകത്തിലെല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത്. ഇതിനാണ് നമ്മൾ ഉത്ഭവ പാപം എന്ന് പറയാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലം എന്ന് പറയും. ഈ ഉത്ഭവപാപത്തിൻ്റെ ഫലം പേറി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇങ്ങനെ വീണുപോയൊരവസ്ഥ, ഇതിനെയാണ് അധപ്പതിച്ച മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മൾ ജെറമ്യ പ്രവാചകനിൽ നമ്മൾ വായിച്ച ആ വാക്യം. ഇതാണ് ജെറമ്യ പറയുന്നത് എങ്ങനെയാണ്? എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവ്. അപ്പൊ ഇവിടെ വെച്ചാണ് മനുഷ്യൻ പിശാചിന് അടിമത്തത്തിലേക്ക് വരികയാണ്. അവൻ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് അടിമത്തത്തിലേക്ക് നമ്മൾ വരികയാണ്. 3 വിധ അടിമത്തമാണ് മനുഷ്യനുള്ളത്. കണ്ണുകളുടെ ദുരാശ, ത്രിവിധ പാപ അവസ്ഥ എന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന് കണ്ണുകളുടെ ദുരാശ. യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ലേഖനത്തിന് കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, നമ്മളിൽ തന്നെയുള്ള സ്വാർത്ഥ താല്പര്യം, സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിറവേറ്റുവാനുള്ള ഒരവസ്ഥ. അപ്പൊ ദൈവത്തെ പോലും നിരാകരിച്ചുകൊണ്ട് മനുഷ്യൻ ഈ 3 ത്രിവിധ പാപത്തിന് അടിമത്തത്തിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് വഴി പരസ്പരം സഹജീവികളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. മനുഷ്യന് തന്നിൽ തന്നെയുള്ളൊരു സമന്വയത്തിൽ, അതിനെക്കുറിച്ച് ഞാൻ പുറകെ പറയാം, അത് നഷ്ടപ്പെടുന്നു. പ്രപഞ്ചത്തിന് മേലുള്ള ആധിപത്യം നഷ്ടപ്പെട്ട് ഇതിൻ്റെ എല്ലാം അടിമയായി തീർന്നൊരവസ്ഥ. ഈ അടിമത്തത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയാ, ഒരു നിഴലാണ് നമ്മൾ ഈ പഴയ നിയമത്തിലെല്ലാം വായിച്ചു പോകുന്നത്. അതാണ് ഇപ്പം ഇവിടെ ജെറമ്യ പ്രവാചന കാലത്ത് ഇസ്രായേൽക്കാർ അനുഭവ അടിമത്തം, ബാബിലോണിയൻ അടിമത്തം, ഈജിപ്ഷ്യൻ അടിമത്തം, ഇങ്ങനെ പലതുണ്ട്. ഇതെല്ലാം ആത്യന്തികമായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവംശം നേരിടേണ്ട വീണ്ടെടുപ്പിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീണുപോയ അവസ്ഥയിൽ നമ്മളെ വീണ്ടെടുക്കുക. ഇതാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ ആദ്യം മുതലേ എന്ന് പറയുന്ന അർത്ഥം. ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇങ്ങനെ വീണുപോയ അവസ്ഥയിലേക്ക് നമ്മളെ വീണ്ടെടുത്ത് സ്ഥാപിക്കുന്നു. ഓക്കെ, ഇങ്ങനെ വീണ്ടെടുപ്പ് നടന്ന് അവിടെ നമ്മൾ രക്ഷപ്പെടുന്നില്ല. ഇവിടെയാണ് നമ്മൾ പെന്തക്കോസ്റ്റൽ കബളിപ്പിക്കൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ചുമ്മാ എങ്ങനെ യേശു ക്രിസ്തു രക്ഷനാഥനായിട്ട് ഏറി പറഞ്ഞ ഉടനെ മത്തായി റോമാ 10:9 പറയുന്നത്, ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും,
അവനെ ദൈവം മരിച്ചവൻ ഉയർപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, രക്ഷയുടെ മാനദണ്ഡത്തിന്റെ ഒരു മാനദണ്ഡം അതാണ്. പക്ഷെ രക്ഷ എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഏതെങ്കിലും കുളത്തിൽ ചാടിയിട്ട് യേശു രക്ഷ എന്ന് വിളിച്ചു പറഞ്ഞാൽ നീ രക്ഷപ്പെടില്ല. And you need to have the real baptism. And what is the baptism? നമ്മൾ തിരിച്ചറിയും. എന്നാൽ what is the purpose of baptism? What is the baptism take you to? നിന്നെ എങ്ങോട്ടാണ് ഈ ബാപ്റ്റിസം നയിക്കുന്നത്? അത് നമ്മൾ തിരിച്ചറിയാം. എങ്ങോട്ടാണ്? ഈ വീണ് അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് മുകളിലേക്ക് വീഴുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ ബാപ്റ്റിസം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ ഈ അവസ്ഥയിൽ എത്തിയ മനുഷ്യരോടാണ് യേശുവിൻ്റെ സുവിശേഷം യേശു പ്രസംഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയിലെ പ്രസംഗം, സുവിശേഷ സൗഭാഗ്യങ്ങൾ ഇല്ലേ. നമ്മൾ ഈ പാടുന്ന പോലെ നിത്യ സൗഭാഗ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ അഷ്ടസൗഭാഗ്യങ്ങളൊക്കെ പറയുന്ന മനോഹരമായ യേശുവിൻ്റെ സുവിശേഷം മത്തായി സുവിശേഷം 5, 6, 7 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ പറയാ ദ ന്യൂക്ലിയസ് ഓഫ് ദ ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ്. ഇതിന്ന് നമുക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ്. കാരണം ഇത് ആരോടാണ് ഈ സുവിശേഷം പറയണത്? ഈ സുവിശേഷം പറയണത് ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട മക്കള്, ഈ പറുദീസയിൽ ആദ്യ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യരോടാണ് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും നമുക്ക് രക്ഷ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും രക്ഷ രോഗത്തിൽ നിന്നുള്ള മോചനം, കടത്തിൽ നിന്നുള്ള ബാധ്യത, പരീക്ഷ തോറ്റ പാസ്സാകുക, കല്യാണം നടക്കാതെ കല്യാണം നടക്കാതെ പണി തീരാത്ത വീട് പണി പണിതൊക്കെയാണ് ഇപ്പോഴും നമ്മൾ രക്ഷ എന്ന് പറയുക. അതല്ല, അപ്പം ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് രക്ഷ. അപ്പം ഇവിടെയാണ് സുവിശേഷം വരുന്നത്. യേശു പ്രസംഗിച്ച സുവിശേഷവും യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളും ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതും ഈ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യൻ ഈ സുവിശേഷം അനുസരിച്ച് ജീവിച്ച് രക്ഷയുടെ പൂർണ്ണത, അതായത് ദത്തുപുത്രൻ, ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. ഓക്കെ, സ്നേഹപൂർണ്ണത നമ്മൾ പ്രാപിക്കണം. ഇതിന് പറയുന്ന പേരാണ് വിശുദ്ധി. ഇപ്പോൾ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ 2 തരം ആളിയ പണിയോ, ഇവിടെ കുറേ എസ്റ്റേറ്റ് പണിയോ, ഇവിടെ കുറേ ജോലി സമ്പാദിക്കുകയോ, ഇവിടെ കുറേ സുവിശേഷമായിട്ട് ജീവിക്കുന്നതോ അല്ല. നമ്മളുടെ വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യം മത്തായി സുവിശേഷം ഞാൻ നേരത്തെ 5, 6, 7 ദാറ്റ് ഈസ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ്. അതിനകത്ത് 5:48 പറയുന്നത് എന്താണ് നമ്മുടെ വിളി? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. ഇതാണ് നമ്മുടെ വിളി. ഈ വിളിയെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പരിപൂർണത എന്ന് പറയുന്നത് എന്താണ്? സ്നേഹപൂർണത. ലൂക്കാ സുവിശേഷം 6 വരുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. കാരുണ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണത. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അത് കരുണയായി മാറ്റപ്പെടും. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി, അടയാളങ്ങളായി മാറ്റപ്പെടണം. അങ്ങനെയാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതിനിത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ വഴി ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം കരുണ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിനൊരിക്കലും സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമാണ്. എന്താണ് കരുണ? വേദനിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ, പലവിധ പ്രശ്നങ്ങളിൽ കിടക്കുന്ന മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ കാണിക്കുന്ന അനുകമ്പ നിറഞ്ഞ ഒരു പ്രവൃത്തി. ആ വേദനിക്കുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ വല്ല പ്രശ്നങ്ങൾ കൊണ്ടും അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അവൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ടും ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ടും പലവിധ വേദനയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ വേദനകൾ, ശാരീരിക വേദന, മാനസിക വേദന, മറ്റു തരത്തിലുള്ള വേദനകൾ, ഇങ്ങനെ ഇതിന് ഏറ്റവും വലിയ വേദനയാണ് ആത്മാവിൻ്റെ വേദന. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ മറ്റെല്ലാ വേദനകളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ഒരു വികാരമുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ട വികാരമുണ്ട്. അതാണ് ഈ അനുകമ്പ. ഇതാണ് നമ്മൾ നല്ല സമറിയാക്കാരൻ്റെ കഥയിലും ഈ സുവിശേഷത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നതാണ്. യേശു ക്രിസ്തുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് കുഷ്ഠരോഗിയെ കണ്ടപ്പോഴും, തളർവാദ രോഗിയെ കണ്ടപ്പോഴും, മുടന്തനെ കണ്ടപ്പോഴും, അന്ധൻ വിളിച്ച് കരഞ്ഞപ്പോഴും അവന് ഈ അനുകമ്പയാണ് തോന്നുന്നത്. അത് തന്നെയാണ് സമരിയാക്കാരൻ്റെ കഥയിൽ നമ്മൾ കാണാം. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്നവൻ ഒരു കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നതിനെ കണ്ടപ്പോഴും ആ സമറിയാക്കാരൻ അവനോട് അനുകമ്പ തോന്നി എന്നാ പറയും. ഈ അനുകമ്പ തോന്നി തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും
അവൻ്റെ മുറിവിൽ വെച്ച് കെട്ടി തൻ്റെ കഴുതപ്പുറത്തിരുത്തി അവനെ സത്രത്തിൽ കൊണ്ടുപോയി സുഖപ്പെടുത്തി അവനെ അതിശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ച ഒരു കാരുണ്യമുണ്ട്. ഈ കരുണ, ഇതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരുണ്യത്തിൽ നമ്മൾ വളരണം. ഇതാണ് നമ്മളുടെ രക്ഷ എന്ന് പറയുന്നത്. ഈ സ്നേഹപൂർണ്ണത നമ്മൾ പ്രാപിക്കും. കഴിഞ്ഞ ബെനഡിക്റ്റ് പാപ്പ നമ്മൾ പറയുന്നത്, ഒരു മനുഷ്യൻ സ്നേഹപൂർണ്ണതയിലാണ് അവൻ രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ മാത്രമേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കുളത്തിൽ ചാടിയിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കിടക്കുന്നത് വിഡ്ഢിത്തരമാണ്. അത് ഭൂലോക വിഡ്ഢിത്തരം. ഇറ്റ് ഈസ് ആന്റൈ ഗോസ്പൽ ആൻഡ് ഇറ്റ് ഈസ് ആന്റൈ ചർച്ച് ടീച്ചിങ് ആണ്. സനാതന സുവിശേഷ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ മുമ്പ് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ ചാലഞ്ചിലേക്ക്, ഒരു കൺഫ്രണ്ടേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, യു വിൽ റിസീവ് an anti-Christ material, anti-gospel material, anti-church material is available in this world. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈ രക്ഷ? ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിലൂടെ കാരുണ്യമായി മാറണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരും, 5-ാമത്തെ അധ്യായം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുമ്പോൾ കയ്യിലേക്ക് കയറാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യേശു ക്രിസ്തു നമ്മളോട്, യേശു ഇങ്ങനെ പിതാവിൻ്റെ സ്നേഹം, ഈ കാരുണ്യം നമുക്ക് ദൃശ്യമാക്കിയതും നമുക്ക് അനുഭവവേദ്യമാക്കുന്നതും ക്രിസ്തുവിലാണ്. അപ്പം ഈ ക്രിസ്തു നമുക്ക് കൃത്യമായ ഒരു വഴിയാണ്, മാർഗമാണ്. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു സത്യത്തിൻ്റെ പൂർണ്ണതയുടെ പേരാണ് ക്രിസ്തു. നമ്മൾ ഈ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കണം. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ പൂർണ്ണത പ്രാപിക്കുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കരുണ. ഈ കരുണയാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നതും അനുഭവിക്കുന്നതെല്ലാം. അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾക്ക് വെളിപ്പെടുത്തി തരാം. ഇങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ കരുണയുടെ പൂർണ്ണതയിൽ വളരണം. ഇന്ന് അനേകം ആൾക്കാർ വിചാരിക്കുകയാണ്, നമ്മൾ ഈ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയിൽ എങ്ങനെ നമ്മൾ വളരുക? ഇതാണ് സ്നേഹപൂർണ്ണത, ഇതാണ് വിശുദ്ധി. ഈ വിശുദ്ധിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോ ഇന്ന് അനേകം മനുഷ്യർ വിചാരിക്കും, ഈ ക്രൈസ്തവ ആധ്യാത്മിക പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പാപം ചെയ്യാതിരിക്കുന്നതല്ല. പാപം ചെയ്യാത്തത് കൊണ്ടൊരു മനുഷ്യനും സ്വർഗത്തിൽ പോവില്ല. നമ്മൾ മനസ്സിലാക്കണം. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 10 കൽപ്പന പ്രകാരമുള്ള പാപം. ഈ 10 കൽപ്പന പ്രകാരമുള്ള പാപം ചെയ്യാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിലുണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സാധാരണ മനുഷ്യ നിരീശ്വരവാദികളുണ്ട്. അവരാരും സ്വർഗത്തിൽ പോവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യാത്തത് കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകും. പാപം ചെയ്യാതിരിക്കുന്നതല്ല ക്രൈസ്തവ ആധ്യാത്മിക പൂർണ്ണത. ക്രൈസ്തവ ആധ്യാത്മിക പൂർണ്ണത എന്ന് പറയുന്നത് പാപത്തിൽ കിടക്കുന്ന, പാപം ചെയ്ത മനുഷ്യരുടെ കുറവുകളുടെ നേരെ നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹത്തിൻ്റെ പേരാണ് ക്രൈസ്തവ ആധ്യാത്മികം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് ചുങ്കക്കാര്, വേശ്യകള്, പാപികള്, തിരസ്കരിക്കപ്പെട്ടവര്, ഇവരുടെ അടുക്കലേക്കാണ് അവൻ ഇറങ്ങി വന്നത്. കാരണം എന്താണ്? രോഗികൾക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം. അപ്പൊ ഇങ്ങനെ ആത്മീയമായ ഈ പാപത്തിന്റെ മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യര്, അവര് ചുങ്കക്കാരാണ്. അവരെ ഈ ലോകം തിരസ്കരിച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ മതങ്ങളും തിരസ്കരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ട ഒരു ജനത്തിന്റെ അടുക്കലേക്കാണ് ദൈവം ഇറങ്ങി വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല, ഞാൻ പാപികളെ തേടി വന്നതാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാനാണ് ആ വൈദ്യൻ. എന്ത് വൈദ്യൻ? ആത്മാവിനേറ്റ മുറിവ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ആദ്യ പാപത്തിന്റെ വലിയൊരു മുറിവ് എല്ലാ മനുഷ്യന്റെയും ആത്മാവിൽ കിടപ്പുണ്ട്. ഈ മുറിവിന് സൗഖ്യം തരാൻ വേണ്ടിയിട്ടും ഈ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതാണ് ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന, മുറിവിന്റെ ആദ്യ പാപത്തിന്റെ ഫലമായി അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്ന മനുഷ്യനോട് നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമാണ് അനുകമ്പ. ഈ അനുകമ്പ നമ്മൾ എന്തിലേക്ക് നയിക്കണം? അവൻ്റെ കുറവുകൾ ഏറ്റെടുത്ത് നികത്തി അവനെ നമ്മൾ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രവൃത്തിയിലേക്ക് വരണം. ഈ പ്രവൃത്തിയുടെ പേരാണ് കരുണ.
ഇങ്ങനെ നമ്മൾ കാരുണ്യത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ എവിടെയെങ്കിലും കയറി യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് വിളിച്ചാൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഈ കരുണ മുമ്പേത് കാലഘട്ടത്തെക്കാളും ഈ കാലഘട്ടത്തിൽ കാണിക്കാനുള്ള അവസരം നമുക്കുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ട്. ഇവിടെയാണ് നമ്മൾ പല ടീച്ചിങ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വരും, നമ്മളെല്ലാവരും അങ്ങോട്ട് ഏത് യേശുവിനെ രക്ഷകനെന്ന് ആരും സ്വീകരിച്ച് പറഞ്ഞ എല്ലാവരും അങ്ങ് എടുക്കപ്പെടില്ല. അങ്ങനൊരു സംഭവം സംഭവിക്കില്ല. And we have to go through this purification. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഹെബ്രായ ലേഖനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ലേഖനത്തിലൊരു വചനം ഇങ്ങനെയാ പറയുക. ഹെബ്രായ ലേഖനം 5:8, പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു, പരിപൂർണരാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. അപ്പോൾ ഈ പരിപൂർണതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും വഴിയാണ്. അത് വെറുതെ ഒരു കുളത്തിൽ ചാടിയിട്ട് യേശുക്രിസ്തു രക്ഷകനെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടില്ല മോനെ. അതുകൊണ്ടൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇത് തന്നെയാണ് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം പറയുന്നത്. ആർക്ക് വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആരനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരിക്കുന്നു. അപ്പൊ നമ്മളും ഈ പരിപൂർണതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ക്രോസ്. പെന്തക്കോസ്ത സഭയിൽ എവിടെയാണ് വേ ഓഫ് ദ ക്രോസ്? യു പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് വെൽനെസ് ആൻഡ് ഗുഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. നോ, ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ്. ആൻഡ് ദിസ് ഈസ് ദ ഗോസ്പൽ. കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വയം പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് നടക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകാൻ സാധിക്കത്തില്ല, എന്നെ കൂടെ എത്തിച്ചേരാൻ സാധിക്കും. യേശു ക്രിസ്തു പോലും പിതാവിന്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യനായി അവതരിച്ചവൻ ദൈവവും കർത്താവുമായി ഉയർത്തെഴുന്നേറ്റു. അവൻ കർത്താവും ദൈവവുമായിട്ട് ഉയർത്തെഴുന്നേറ്റതിനാ ആ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ നമ്മളെ വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ രക്ഷ. ആ ഉയർപ്പിലേക്കുള്ള വഴി എന്താണ്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയണ, അവൻ കുരിശിനെ തന്റെ മഹത്വത്തിലേക്കുള്ള വഴിയായി തിരഞ്ഞെടുത്തു. You have to carry the cross. എന്താണ് ഈ ക്രോസ്? നിന്റെ സഹോദരന്റെ ജീവിതത്തിലെ കുറവുകൾ, ഈ കുറവുകൾ നികത്തണം നമ്മൾ. ഈ കുറവ് നമ്മൾ നികത്തുന്നത് വഴിയാണ് ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുക. ഈ സ്നേഹം നമ്മൾ കാണിക്കുന്ന വഴിയാണ് നിന്റെ സഹോദര ഹൈന്ദവന മുസ്ലിം ആരായിക്കട്ടെ അവൻ ദൈവത്തെ കാണുന്നത്. അങ്ങനെയാണ് വിശുദ്ധ മദർ തെരേസ തെരുവിലും കാനയിലൊക്കെ കിടക്കുന്ന കുഷ്ഠരോഗികളെ ജാതി മതഭേദനെ എടുത്ത് അവൻ്റെ പുഴുവിനെയും ചലത്തെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, സഹോദരി നിങ്ങളാണോ ദൈവം? Yes, they experience the wonderful merciful love of God through that beautiful saint. ഇന്ന് ഇന്ത്യയിൽ എവിടെ പോയാലാണ് അവരെ അറിയാത്തത്, അവർക്ക് എവിടെയാണ് വഴി തുറന്നു കിട്ടാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാരുണ്യമായിട്ട് സ്നേഹപൂർണ്ണത പ്രാപിക്കണം. അങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഇതാണ് ക്രൈസ്തവ ആധ്യാത്മികത പൂർണ്ണത. അല്ല ഞാൻ കുറച്ച് പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ അത്യാവശ്യം കുറേ പഴയ തുണിയും കുറച്ച് ബാക്കിയിരുന്ന ഭക്ഷണവും കുറച്ച് കല്യാണം കഴിച്ചിട്ട് ബാക്കിയിരുന്ന ചെമ്പില ബിരിയാണിയൊക്കെ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊന്നും നീ രക്ഷപ്പെടത്തില്ല. പിന്നെ ഞാൻ ഇച്ചിരി ദശാംശം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഏത് ദശാംശം കൊടുത്ത് എവിടെ പോകാനുണ്ട്? ദശാംശം കൊടുത്തൊന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. നിന്റെ സഹോദരന്റെ ആവശ്യം എന്താണോ അത് നികത്തി കൊടുക്കുവാൻ തക്ക രീതിയിൽ നിന്റെ കയ്യിലുള്ള സമ്പത്ത് നീ കൊടുക്കണം. അപ്പൊ ഈ സ്നേഹപൂർണ്ണതയിലേക്ക് വരണം മക്കളെ. അല്ലാതെ വെറുതെ ഇരുന്ന് കുറച്ച് പ്രാർത്ഥനയും ചൊല്ലി കുറെ കുരിശന്റെ വഴിയും ചൊല്ലി കുറെ നൊവേനയ്ക്കും പോയി അല്ലെങ്കിൽ കുറെ പരിപാടിയും ചെയ്ത് നമ്മളൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. നമ്മൾ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരണം. അതുകൊണ്ടാണ് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 3:14 സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്നേഹിക്കണം. സ്നേഹപൂർണ്ണത. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നമ്മളെ തന്നെ ഒരു ഗിഫ്റ്റായി നിന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിനക്കുള്ളതെല്ലാം നീ നൽകുന്നതിൻ്റെ പേരാണ് സ്നേഹം. ഇങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. അനക്കുള്ളത് മുഴുവൻ അവൻ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഇങ്ങനെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ സ്നേഹത്തിൽ മരണത്തിലും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. നീ പാപം ചെയ്തില്ലെന്ന് വെച്ചിട്ട്
കാര്യമില്ല, പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ മരിച്ച അവസ്ഥയിൽ കിടക്കണം. സഹോദരനെ വെറുക്കുന്നവന് കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നത്. അതിന്റെ 16-ാമത്തവൻ, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്നേഹിക്കണം, സ്നേഹപൂർവ്വം. നമ്മുടെ കുറവുകൾ, പാപത്തിൽ മുറിവേറ്റ് കിടക്കുന്ന നമ്മുടെ കുറവുകൾക്ക് വേണ്ടി അവൻ നമ്മുടെ കുറവിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ഫിലിപ്പിയർ 2:6 മുതൽ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി, ദാസന്റെ രൂപമെടുത്ത ആകൃതിയിൽ മനുഷ്യനെ പോലെയായി കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. നമ്മുടെ ഇല്ലായ്മകളിലേക്കും കുറവുകളിലേക്കും അവൻ ഇറങ്ങി വന്നു. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പാപങ്ങളും അവൻ ഏറ്റെടുത്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാരുണ്യം. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ വേദന പാപങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും പാപം ചെയ്യുന്നില്ലാതെ നമ്മളാരും രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ നമ്മൾ പറയുന്നത് സഹോദര സ്നേഹമാണ് ക്രൈസ്തവ ആരാധന. സ്നേഹത്തിൽ പൂർണ്ണ പ്രാപിക്കുന്നവൻ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ, അല്ലാത്തവരാരും രക്ഷപ്പെടില്ല. അപ്പം എന്നിട്ട് പറയാം 17-ാമത്തെ വചനം, 1 യോഹന്നാൻ 3:17, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണം. ഓക്കെ, നമ്മുടെ പ്രവൃത്തിയിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരണം. അപ്പൊ ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് നിന്റെ സഹോദരൻ ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ നിന്റെ സഹോദരൻ സഹായം അർഹിക്കുന്നതിനെ കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അപ്പോൾ നമ്മളിവിടെ ദേശാംശം കൊടുത്തൊന്നും നമ്മളാരും സ്നേഹപൂർണ്ണതയിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ നിനക്കുള്ളത് മുഴുവൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ധനികനായ യുവാവിനോട് യേശു പറഞ്ഞു, നിനക്ക് നിത്യത പ്രാപിക്കണമെങ്കിൽ നിനക്കുള്ള സമ്പത്തൂടെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വാ മോനെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നാളും പഠിച്ച സുവിശേഷമൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ ഈ അവസാന കാലത്തിൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി വരാം. ഇത്തിരി കട്ടിയുള്ളതാണെന്ന് എനിക്കറിയാം, ഇത് പറയാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇത്തിരി കട്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പം നമ്മൾ ഈ രക്ഷ എന്താണെന്നും എവിടെ നിന്ന് നമ്മൾ വീണെന്നും എന്താണ് ദൈവത്തിൻ്റെ മഹത്വമായ പദ്ധതി എന്ന് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കും. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Stay tuned and be blessed by Jesus. Amen.